മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് 2 കുഞ്ഞുങ്ങളെയും ഭാര്യയെയും പുറത്താക്കി വീട് പൂട്ടിയ അജിത് റോബിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഭാര്യ നീതു. കഴിഞ്ഞ 3 വർഷമായി സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കുകയാണ്. സ്ത്രീധനത്തിന് പുറമെ 20 ലക്ഷം രൂപ കൂടി ആവശ്യപ്പെട്ടതായിരുന്നു ഉപദ്രവത്തിന്റെ കാരണമെന്നും നീതു റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഒളിവിൽ പോയ അജിത്തിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാരനാണ് അജിത്ത്. പ്രതികരണം കേൾക്കാം. കേസ് 1.5 വർഷമായിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൊട്ടക്ഷൻ ഓർഡർ ആയിരുന്നു 7-ാം തീയതി വരെ, അതായത് ഇന്നലെ വരെയാണ് ഓർഡർ ആയിട്ടുണ്ടായിരുന്നത്. ആ സമയം നോക്കി ഇന്നലെ വരെ ഓർഡർ ഉള്ളൂ എന്നുള്ള രീതിയിൽ ബലത്തിലാണ് വീട് പൂട്ടിയിട്ട് പോയത്. ഏകദേശം 3 വർഷത്തോളമായി ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം തുടങ്ങിയിട്ട്. കാരണം 20 ലക്ഷം രൂപ എൻ്റെ അമ്മയുടെ നിന്ന് ആവശ്യപ്പെട്ട് 20 ലക്ഷം രൂപ തന്നാലേ നിന്റെ മോളെയും മക്കളെയും ഞാൻ നോക്കുള്ളൂ എന്നും പറഞ്ഞ്. ഇപ്പോൾ അരുൺ സോളമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അരുൺ? സ്ത്രീധനത്തിൻ്റെ പേരിലാണ് കഴിഞ്ഞ 3 വർഷമായിട്ട് ഭർത്തൃ വീട്ടിൽ നീതു വലിയൊരു പീഡനം അനുഭവിച്ചു വരുന്നത്. ഈ ഒരു അവസ്ഥയിൽ നേരത്തെ തന്നെ ഈ നീതു നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു പരാതി നൽകിയിരുന്നു. പ്രധാനമായിട്ടും ഈ സ്ത്രീധനം നൽകിയില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഭർത്താവായിട്ടുള്ള അജിത് റോബിൻസന്റെ ഒരു ആരോപണം. അത്തരത്തിൽ വലിയ ശാരീരികമായും മാനസികമായും പീഡനം അനുഭവിച്ചു വരികയായിരുന്നു. അത് ചൂണ്ടിക്കാണിച്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു പരാതി നൽകുന്നു. തുടർന്ന് ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ ഇവർക്ക് നൽകിയിരുന്നു. ഈ പ്രൊട്ടക്ഷൻ ഓർഡറിന്റെ കാലാവധി കഴിഞ്ഞ 7-ാം തീയതി, അതായത് കഴിഞ്ഞ ദിവസം അവസാനിക്കാനിരിക്കെ അവർ മക്കളെയും കൂട്ടി, ഇരട്ട കുട്ടികളായിരുന്നു നീതുവിന്, ആ 2 കുട്ടികളെയും കൂട്ടി അവർ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിയ ഒരു അവസരത്തിലാണ് ഈ നീതുവിനെ പൂർണ്ണമായിട്ടും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കി വീട് പൂട്ടുന്ന ഒരു സമീപനത്തിലേക്ക് ഭർത്താവ് അജിത് റോബിൻസനും അദ്ദേഹത്തിന്റെ കുടുംബവും മുന്നോട്ട് പോയത്. ഇതിൽ പ്രധാനമായും കഴിഞ്ഞ 3 വർഷമായിട്ട് കോടതിയുടെ ഒരു ഉത്തരവ് പ്രകാരം ഭർത്തൃ വീട്ടിൽ ജീവിക്കുമ്പോഴും ഭർത്താവിൽ നിന്നും 3000 രൂപ മാസ ചെലവിന് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കോടതിയുടെ ഉത്തരവ് വേണ്ടി വന്നു എന്നുള്ളത് തന്നെയാണ് അതീവ ഗുരുതരമായിട്ട് നമ്മൾ കാണേണ്ടത്. അതും 2018 നീതുവിൻ്റെ വിവാഹം നടക്കുന്നത്. തിരുവറം സ്വദേശിയാണ്. അങ്ങനെ വവ്വാമല സ്വദേശിയായിട്ടുള്ള ഈ അജിത് റോബിൻസനുമായിട്ടുള്ള വിവാഹം ശേഷം പ്രധാനമായിട്ടും ഇത്തരത്തിലൊരു പ്രശ്നമൊന്നും ഉണ്ടായില്ല എങ്കിലും ഈ അജിത് റോബിൻസന് അടുത്തിടെ ഒരു സർക്കാർ ജോലി ലഭിക്കുന്നു. ഈ മലപ്പുറം പൊന്നാനിയിലെ മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാരനായിട്ടായിരുന്നു ഇദ്ദേഹത്തിന് ജോലി ലഭിക്കുന്നത്. ഈ ജോലി ലഭിച്ചതിന് ശേഷമാണ് ഈ സ്ത്രീധനം കുറഞ്ഞു പോയി എന്നുള്ളൊരു ആരോപണം ഉയർത്തുകയും. അരുൺ സോളമൻ പറഞ്ഞതുപോലെ സർക്കാർ ജോലി കിട്ടിയതിനു ശേഷം സ്ത്രീധനത്തെ ചൊല്ലി വഴക്ക് പതിവായിരുന്നു എന്നാണ് നീതുവിന്റെ പ്രതികരണത്തിൽ ഇത് മനസ്സിലാക്കുന്നത്.